രണ്ടാളില്ലാത്ത വോയേജർ പേടകങ്ങളിൽ ഒന്ന് വ്യാഴത്തിലേക്കുള്ള യാത്രാമധ്യേ എടുത്ത ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ചിത്രമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഭൂമിയെയും ചന്ദ്രനെയും ഒരൊറ്റ ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്ന ഒരു ബഹിരാകാശ പേടകം പകർത്തിയ ആദ്യത്തെ ചിത്രം. ഇനി നമ്മളെ കാത്തിരിക്കുന്നത് ഇതിലും അത്ഭുതകരമായ കാഴ്ചകളാണ്. ജൂപ്പിറ്റർ, അവിശ്വസനീയമായ വ്യാഴത്തിൻ്റെ പ്രഭാവലയം. മറ്റൊരു സൗരയൂഥം എന്ന പോലെ തന്നെ വ്യാഴത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന അനേകം ഉപഗ്രഹങ്ങൾ. സാറ്റേൺ, ചുറ്റിലുമുള്ള അത്ഭുത വളയങ്ങൾ. ശനിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന വിചിത്ര ചന്ദ്രന്മാർ. തണുത്തുറഞ്ഞ് നീലനിറത്തോടുകൂടിയ വിചിത്ര ലോകങ്ങളായ യുറാനസും നെപ്റ്റ്യൂണും. നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നതിനേക്കാളും ഒരുപാട് ദൂരത്തിലുള്ള സൂര്യൻ്റെ പ്രകാശശൂന്യതയും കഴിഞ്ഞുള്ള നമ്മുടെ സൗരയൂഥത്തിൻ്റെ അതിർത്തി. ഈ വഴിത്താരകളിൽ വോയേജർ കണ്ട അത്ഭുതപ്പെടുത്തുന്ന അനേകം കാഴ്ചകൾ. വോയേജർ കേട്ട വിസ്മയിപ്പിക്കുന്ന ശബ്ദങ്ങൾ. ഇതെല്ലാം സംഭവിക്കുന്നത് 4.5 പതിറ്റാണ്ടിന് മുൻപുള്ള കാലത്താണ്. അന്ന് നാസയ്ക്ക് ഇന്ന് ഫേസ്ബുക്കിനുള്ളതിനേക്കാളും കുറഞ്ഞ പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ചില കാര്യങ്ങളിൽ അവർ ഒരു സ്റ്റാർട്ടപ്പ് പോലെ തന്നെയായിരുന്നു. മുൻപത്തെ വിജയകരമായ ദൗത്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഷട്ടിലുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ISS ഉണ്ടായിരുന്നില്ല. ചൊവ്വയിലേക്കുള്ള പദ്ധതികളൊന്നും വിഭാവനം ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇൻ്റർനെറ്റില്ലായിരുന്നു, GPS സംവിധാനമില്ലായിരുന്നു, മൊബൈൽ ഫോണുകൾ പോലും ഇല്ലായിരുന്നു. സ്റ്റാർ വാർഡ് തിയേറ്ററിൽ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബീറ്റിൽസ് പിരിഞ്ഞിട്ട് 7 വർഷം മാത്രമേ ആയിരുന്നുള്ളൂ. സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് അമേരിക്ക കേട്ടു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. USSR അന്ന് തകർന്നിട്ടുണ്ടായിരുന്നില്ല. ആളുകൾ പരസ്പരം കടലാസിലും സ്റ്റാമ്പിലുമാണ് കത്തുകൾ എഴുതിയിരുന്നത്. അത് തികച്ചും വ്യത്യസ്തമായൊരു ലോകമായിരുന്നു. തികച്ചും വ്യത്യസ്തമായൊരു നൂറ്റാണ്ട്. അപ്പോൾ എന്തായിരുന്നു ഈ വോയേജറുകൾ? അക്കാലത്ത് അവ നിർമ്മിച്ചത് എങ്ങനെയാണ്? ക്യാമറകൾ, സ്പെക്ട്രോമീറ്ററുകൾ, മാഗ്നറ്റോമീറ്ററുകൾ എന്നിവയും മറ്റു സങ്കീർണ ഉപകരണങ്ങളുമെല്ലാം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വലിയ ശാസ്ത്രീയ സ്റ്റേഷനുകളാകാനാണ് അവയെ ഉദ്ദേശിച്ചിരുന്നത്. വോയേജറുകൾക്ക് ധാരാളം ഡേറ്റ ശേഖരിക്കുവാനും അത് രേഖപ്പെടുത്തുവാനും ഭൂമിയിലേക്ക് കൈമാറുവാനും പുതിയ കമാൻഡുകൾ സ്വീകരിക്കുവാനും വർഷങ്ങളോളം ഇതെല്ലാം ചെയ്യുകയും വേണ്ടിയിരുന്നു. ഇത്രയും ദൂരത്തിൽ, ഇത്രയും നിലവാരത്തിൽ, ബഹിരാകാശത്ത് ഇത്രയും വലിയ ലക്ഷ്യം വെച്ച് ഇതിനു മുൻപും ആരും ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇത്രയും ദൂരത്തേക്ക്, ആഴത്തിലുള്ള ബഹിരാകാശത്തേക്ക് പോകുവാൻ കഴിയുന്ന ഒരു പുതിയ തരം ബഹിരാകാശ പേടകം സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമായി. 1972 നാസ മാരിയൻ ജൂപ്പിറ്റർ സാറ്റേൺ 1977 എന്ന പുതിയ പ്രോജക്റ്റിന് അംഗീകാരം നൽകി. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ദൗത്യത്തിന് അതിൻ്റെ ഐക്കോണിക് നാമമായ വോയേജർ ലഭിച്ചത്. എന്നാൽ പേടകത്തിൻ്റെ സജീവമായ വികാസം കൃത്യമായ കാലത്താണ് ആരംഭിച്ചത്. ജോൺ കാസിനി ആയിരുന്നു പ്രൊജക്റ്റിൻ്റെ എഞ്ചിനീയറിംഗ് വശം കൈകാര്യം ചെയ്തത്. എഡ്വേർഡ് സ്റ്റോൺ ശാസ്ത്രീയ ഡയറക്ടറായി. വിശ്വാസ്യതയ്ക്കായി കമ്പ്യൂട്ടറുകളും നാവിഗേഷൻ യൂണിറ്റുകളും ഉൾപ്പെടെ മിക്ക സിസ്റ്റങ്ങളും ഇരട്ടിയാക്കി. വാസ്തവത്തിൽ തുടക്കം മുതൽ തന്നെ പരസ്പരം ബാക്കപ്പ് നൽകുവാൻ കഴിയുന്ന 2 ഒരേപോലുള്ള ബഹിരാകാശ പേടകങ്ങൾ നിർമ്മിക്കുവാൻ അവർ തീരുമാനിച്ചു. ഒന്നിന് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റൊന്ന് ദൗത്യം പൂർത്തീകരിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും. എഞ്ചിനീയർമാർ പരമാവധി വിശ്വസ്തതയ്ക്കായി വ്യക്തിഗത ഘടകങ്ങൾ പലപ്പോഴും കൈകൊണ്ട് പരീക്ഷിച്ചു. കാരണം വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒന്നും നന്നാക്കാൻ കഴിയില്ല. കൂടാതെ നിരവധി സങ്കീർണമായ തന്ത്രങ്ങളുള്ള ഈ ദൗത്യം പതിറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വോയേജർ പേടകങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓരോ വോയേജറും 20 ഇഞ്ച് ഉയരവും 70 ഇഞ്ച് വ്യാസവുമുള്ള ഒരു ദശഭുജ പ്രിസം ആകൃതിയിലുള്ള അടച്ച ഒരു ബോഡി ഉൾക്കൊള്ളുന്നു. അതിൽ ഭൂമിയുമായി ആശയവിനിമയം നടത്തുവാൻ 144 ഇഞ്ച് വ്യാസമുള്ള ഒരു ഹൈ ഗെയിൻ ആൻറ്റിന, ത്രസ്റ്ററുകൾ, റേഡിയോ ഐസോട്ടോപിക് ജനറേറ്ററുകൾ, ഒരു റേഡിയേറ്റർ, കൂടാതെ ശാസ്ത്രീയ ഉപകരണങ്ങൾക്കായുള്ള വിന്യസിപ്പിക്കുവാൻ കഴിയുന്ന ബൂമറുകൾ എന്നിവ ഘടിപ്പിച്ചിരുന്നു. ഇന്ധനമൊഴികെയുള്ള പേടകത്തിൻ്റെ മൊത്തം ഭാരം എന്നത് ഏകദേശം 720 കിലോഗ്രാമോളമാണ്. ഉയരത്തിൽ ഇത് ഏകദേശം ഒരു മുതിർന്ന മനുഷ്യൻ്റെ അത്രയും ഉയരമുണ്ടായിരുന്നു. പക്ഷേ വലിയ ആകൃതിയുള്ള ഡിഷ് ആൻറ്റിന കാരണം കാഴ്ചയിൽ ഇത് വളരെ വലുതായിട്ടാണ് തോന്നുന്നത്. പേടകത്തിൻ്റെ ചെവിയും ശബ്ദവും ബഹിരാകാശത്ത് നിന്ന് കേൾക്കുന്നതും അതിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതുമായ എല്ലാം ആ ഡിഷിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇനി നമുക്ക് ഒരു തമാശ പോലെ തോന്നിക്കുന്ന കാര്യം കാണാം.
ഏകദേശം 68 കിലോ ബൈറ്റ് സംയോജിത റാമുള്ള 3 പ്രത്യേക കമ്പ്യൂട്ടർ സംവിധാനങ്ങളാണ് ഈ പേടകത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത്. 2025 ആ സംഖ്യയുടെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നമ്മിൽ പലർക്കും ഒരു നിമിഷം നിർത്തി ചിന്തിക്കേണ്ടി വരും. കാരണം നമ്മളെല്ലാം ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾക്ക് ജിഗാബൈറ്റുകൾക്കോ 10,000 ജിഗാബൈറ്റുകളോ റാമുണ്ട്. ഒരു ജിഗാബൈറ്റ് ഏകദേശം 1 ബില്യൺ ബൈറ്റിന് തുല്യമാണ്. ഒരു മെഗാബൈറ്റിൽ 1 ദശലക്ഷം ബൈറ്റുകളുണ്ട്. 1 കിലോബൈറ്റ് വെറും 1000 ബൈറ്റുകളാണ്. നമ്മുടെ സ്മാർട്ട് ഫോണിന് വോയേജറിലെ എല്ലാ കമ്പ്യൂട്ടറുകളെക്കാളും ഏകദേശം 2,40,000 മടങ്ങിൽ കൂടുതൽ മെമ്മറിയുണ്ട്. എല്ലാ നാവിഗേഷനും, എല്ലാ ടെലിമെട്രിയും, എല്ലാ സിസ്റ്റം നിയന്ത്രണവും ഇതെല്ലാം കൂട്ടിയാലും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ചിത്രത്തിൻ്റെ ഫയൽ വലിപ്പത്തേക്കാൾ കുറഞ്ഞ മെമ്മറിയേ ഉള്ളൂ. ഇന്ന് ഒരു കെറ്റിലിനോ ഇസ്തിരിപ്പെട്ടിക്കോ പോലും ആ വിദൂര കാലഘട്ടത്തിലെ ഒരു ബഹിരാകാശ പേടകത്തേക്കാൾ കൂടുതൽ മെമ്മറി ഉണ്ടാകും. ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ്. പ്രധാനപ്പെട്ട ഡേറ്റ ഓൺബോർഡിൽ സൂക്ഷിക്കുവാൻ വോയേജറുകൾക്ക് ഡേറ്റ സ്റ്റോറേജും ഉണ്ടായിരുന്നു. ഇന്നത്തെ ഫ്ലാഷ് ഡ്രൈവുകൾ പോലെ. 1977 ഈ ഫ്ലാഷ് ഡ്രൈവ് 67 MB ശേഷിയുള്ള ഒരു മാഗ്നറ്റിക് ടേപ്പ് റെക്കോർഡർ ആയിരുന്നു. ക്യാമറകൾ എടുത്ത ശേഷം 100 ചിത്രങ്ങൾക്ക് മാത്രമേ അത് മതിയായിരുന്നുള്ളൂ. അവ ഭൂമിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതുവരെ ടേപ്പിൽ സൂക്ഷിച്ചു. അതെ, ഗ്രൗണ്ട് സ്റ്റേഷനുകൾ ഇല്ലായിരുന്നെങ്കിൽ വോയേജറുകൾക്ക് വെറും ഉപയോഗശൂന്യമായ ലോഹക്കട്ടകൾ പോലെയായി മാറിയേനെ. അതുകൊണ്ട് അവ എത്രത്തോളം യാത്ര ചെയ്യുന്നവോ അത്രത്തോളം തന്നെ ആ സ്റ്റേഷനുകളും നിർണായകമായി മാറി. 1978 ഏപ്രിൽ മാസം വോയേജർ 1 ഇതിനോടകം ഭൂമിയിൽ നിന്നും 165 ദശലക്ഷം മൈൽ ദൂരം എത്തിക്കഴിഞ്ഞു. ഇത്ര ദൂരം സഞ്ചരിച്ചു എന്നത് വളരെ നല്ലൊരു വാർത്തയാണ്. പക്ഷേ അതൊരു മോശം വാർത്തയായും ചിലർക്ക് തോന്നി. കാരണം ഇത് വ്യാഴത്തോടടുത്തടുത്ത് വരുന്നു. അതിൻ്റെ മോശം കാര്യം എന്തെന്നാൽ ആശയവിനിമയം മോശമാകാൻ തുടങ്ങി. പക്ഷേ അത് പ്രതീക്ഷിച്ചതാണ്. പേടകം വാതക ഭീമൻ്റെ ആദ്യത്തെ കറുപ്പും വെളുപ്പും കലർന്ന ടെസ്റ്റ് ഫോട്ടോകൾ വിജയകരമായി എടുക്കുകയും അത് ഭൂമിയിലേക്ക് കൈമാറാൻ തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം അത് ഓരോ 96 സെക്കൻഡിലും ഫോട്ടോകൾ എടുക്കാൻ തുടങ്ങി. അടുത്ത 60 വ്യാഴ ദിവസത്തേക്ക്, അതായത് 25 ഭൗമദിനത്തിലേക്ക്. ആ ഫോട്ടോകളെല്ലാം പിന്നീട് ഒരു ടൈം ലാബ് സൂം ഇൻ വീഡിയോയായി സംയോജിപ്പിക്കും. അന്നത്തെ ഫ്രെയിമുകളുടെ നിലവാരം നിശബ്ദ ചാർലി ചാപ്ലിൻ കാലഘട്ടത്തെ സിനിമകളെ അനുസ്മരിപ്പിച്ചു. എന്നാൽ അക്കാലത്ത് ഭൂമിയിൽ നിന്നുള്ള ദൂരദർശിനികളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെയും അത് മറികടന്നു. അത്രയും ദുർബലമായ സിഗ്നൽ ഉപയോഗിച്ചു പോലും. റേഡിയോ തരംഗങ്ങൾ പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്നു. നിങ്ങൾ എത്രത്തോളം ദൂരത്തിലെത്തുന്നുവോ ആ ദൂരമെന്നത് വലിയൊരു പ്രശ്നമായി മാറും. ഭൂമിയിൽ നിന്നും അയക്കുന്ന ഓരോ കമാൻഡും പേടകത്തിലെത്തിച്ചേരുവാൻ ഏകദേശം 15 മിനിറ്റാണ് സമയമെടുക്കുന്നത്. ഇത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഒരു സിഗ്നൽ ചന്ദ്രനിലെത്തുവാനുള്ള സമയം നോക്കാം. ഒരു സിഗ്നൽ ചന്ദ്രനിലെത്തുവാൻ 1.5 സെക്കൻഡ് മാത്രമേ എടുക്കൂ. ഓരോ കമാൻഡും ഒരു ബഹിരാകാശ പിങ് പോങ് ഗെയിം പോലെയായിരുന്നു. ഭൂമി നിർദ്ദേശങ്ങൾ അയക്കുന്നു. അത് പേടകത്തിലെത്തുവാൻ 15 മിനിറ്റ് സമയമെടുക്കുന്നു. അതായത് ആദ്യത്തെ ദൗത്യ ലക്ഷ്യത്ത് പോലും. ഏതൊരു അഭ്യർത്ഥനയ്ക്കും ഒരു പ്രതികരണത്തിനായി ഭൂമി അരമണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. അത്രത്തോളം ദൂരെയാണ് വ്യാഴം. ദൂരം ഒരു വെല്ലുവിളിയാണെങ്കിൽ സിഗ്നൽ ശക്തി മറ്റൊന്നാണ്. വോയേജറിൽ നിന്ന് അയക്കുന്ന സിഗ്നൽ അതിൻ്റെ ഓൺബോർഡ് ട്രാൻസ്മിറ്ററിനെ ആശ്രയിച്ചിരിക്കുന്നു. അതിൻ്റെ പവർ ഇവിടെയായിരുന്നു. ഇത് മനസ്സിലാക്കുവാൻ നമ്മൾ ശരിക്കും ഒന്ന് നിർത്തണം. 23 വാട്ട്. അത് ഞെട്ടിക്കുന്നതാണ്. കിലോ വാട്ടല്ല, വെറും 23 വാട്ട്സ്. വ്യാഴത്തിലേക്കും അതിനപ്പുറത്തേക്കും പോകുന്ന ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ ട്രാൻസ്മിറ്ററിനേക്കാൾ കൂടുതൽ പവർ നമ്മുടെ വീട്ടിലെ ബൾബിനുണ്ട്. വിചിത്രമെന്ന് തോന്നാമെങ്കിലും ആഴത്തിലുള്ള ബഹിരാകാശ ദൗത്യങ്ങളുടെ യാഥാർത്ഥ്യം ഇതാണ്. ഇതിലും കൂടുതൽ പവർ ആവശ്യമായി വന്നാൽ പേടകത്തിന് അത് നൽകാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഒരു നേർത്ത സിഗ്നൽ ഒരു പിശകും കൂടാതെ പിടിച്ചെടുത്ത് ഡീകോഡ് ചെയ്യേണ്ടതായി വരും. ഇത് സാധ്യമാക്കുവാൻ ശാസ്ത്രജ്ഞന്മാർക്ക് വർഷങ്ങളോളം സമയം വേണ്ടി വന്നു. എഞ്ചിനീയർമാർ വോയേജർ പ്രോട്ടോടൈപ്പുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ലോകത്തിൻ്റെ 3 വിദൂര കോണുകളിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നടക്കുകയായിരുന്നു. ഗോൾഡ് സ്റ്റോൺ കാലിഫോർണിയ, മൊജാവെ മരുഭൂമി. റോബൽഡോ ഡി ചവേല, സ്പെയിനിലെ മാൻഡ്രിഡിനടുത്തുള്ള കുന്നുകൾ. ഓസ്ട്രേലിയയിലെ ക്യാൻബറയ്ക്കടുത്തുള്ള ടിഡ്ബിൻബില്ല താഴ്വര. ഈ 3 സ്ഥലങ്ങളും ഒരുമിച്ച് ഡീപ് സ്പേസ് നെറ്റ്വർക്ക് എന്ന ഒറ്റ സംവിധാനം രൂപീകരിച്ചു. ഈ സ്റ്റേഷനുകൾ തന്ത്രപരമായി സ്ഥാപിച്ചു. ഭൂമിയുടെ ഭ്രമണം പരിഗണിക്കാതെ അവയിൽ ഒരെണ്ണത്തിന് എല്ലായ്പ്പോഴും പേടകത്തിലേക്ക് കാഴ്ചയുണ്ടാകും. ആ സമയത്ത് മുഴുവൻ നെറ്റ്വർക്കും നവീകരിക്കുവാൻ JPL ഔദ്യോഗികമായി അനുമതി നൽകി. എഞ്ചിനീയർമാർ പഴയ ഡിഷുകളും ഉപകരണങ്ങളും നവീകരിച്ചു. അവയിൽ ചിലത്
അപ്പോളോ ദൗത്യത്തിൽ ഉപയോഗിച്ചതായിരുന്നു. പക്ഷേ വോയേജറുകൾക്ക് അവർക്ക് വലുതും കൂടുതൽ സങ്കീർണവുമായ എന്തെങ്കിലും ആവശ്യമായിരുന്നു. 1977 ആയപ്പോഴേക്കും ഓരോ DSN സ്റ്റേഷനിലും ഓരോ വലിയ 210 അടി ആന്റിനയും 1960കളിൽ ഉണ്ടായിരുന്ന 85 അടി വ്യാസമുള്ള പഴയതും ചെറുതുമായ ആന്റിനകളും ഉണ്ടായിരുന്നു. ശാസ്ത്രജ്ഞന്മാർ പുതിയ കൂടുതൽ ശക്തമായ 112 അടി ആന്റിനകളും പഴയ 210 അടി ഡിഷുകളും ചേർക്കാൻ പദ്ധതിയിട്ടു. അവയുടെ അറ്റത്ത് വളയങ്ങൾ ചേർത്ത് 230 അടിയായി വികസിപ്പിക്കുവാൻ അവർ പോവുകയായിരുന്നു. ഈ ആന്റിനകളുടെ ഹൃദയഭാഗത്ത് റൂബി മെസേഴ്സ് എന്ന പ്രത്യേക സിഗ്നൽ റിസീവറുകൾ ഉണ്ടായിരുന്നു. ലൈറ്റിന് പകരം റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലേസറുകൾക്ക് സമാനമായ ഈ ഉപകരണങ്ങൾ അതിലോലമായ മൈക്രോഫോണുകളായി പ്രവർത്തിക്കുവാൻ ഉദ്ദേശിച്ചുള്ളവയായിരുന്നു. കാരണം അവ 0-ത്തോടടുത്ത താപനിലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ശബ്ദം അഭൂതപൂർവമായ നിലകളിലേക്ക് കുറയ്ക്കുന്നതിനുള്ള ഏക മാർഗമായിരുന്നു ഇത്. ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്നുള്ള ഒരു സിഗ്നലിൻ്റെ നേർത്ത ശബ്ദം കേൾക്കേണ്ടതിനാൽ സ്റ്റേഷനുകൾ അവിശ്വസനീയമായ വിധം സെൻസിറ്റീവാക്കി. ആ നേർത്ത 23 വാട്ട് ട്രാൻസ്മിറ്റർ പതിറ്റാണ്ടുകളോളം ഡേറ്റ ഭൂമിയിലേക്ക് അയക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഓരോ വോയേജറിനും അതിൻ്റെ കാലത്തെ മികച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ച് എത്തിച്ചേരുവാൻ കഴിയുന്നതല്ല. വോയേജറുകളിൽ അക്കാലത്ത് ഏറ്റവും മികച്ച ഉപകരണങ്ങൾ സജ്ജീകരിച്ചിരുന്നു. ക്യാമറ സംവിധാനങ്ങൾ, ഒരു ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ, റേഡിയോമീറ്റർ, ഒരു മാഗ്നറ്റോമീറ്റർ, ഒരു പ്ലാസ്മ സ്പെക്ട്രോമീറ്റർ കൂടാതെ മറ്റു പലതും. ഓരോ പേടകത്തിലും മൊത്തം 11 ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അതിശയോക്തിയില്ലാതെ പറഞ്ഞാൽ ക്യാമറകൾ അക്കാലത്തെ എഞ്ചിനീയറിംഗ് വൈവിധ്യത്തിൻ്റെ ഒരു നേട്ടമായിരുന്നു. അവയിൽ 2 സ്വതന്ത്ര മൊഡ്യൂളുകൾ ഉൾപ്പെടുത്തിയിരുന്നു. അവയിൽ ഒന്ന് നാരോ ആംഗിൾ ക്യാമറയായിരുന്നു, മറ്റൊന്ന് വൈഡ് ആംഗിൾ ക്യാമറയും. നാരോ ആംഗിൾ ക്യാമറ ഉപഗ്രഹങ്ങളുടെയും ഗ്രഹ ഉപരിതലങ്ങളുടെയും വിശദാംശങ്ങൾ പകർത്തുവാൻ രൂപകൽപ്പന ചെയ്ത ഒരു തരം ദൂരദർശിനി പോലെ പ്രവർത്തിച്ചു. വൈഡ് ആംഗിൾ ക്യാമറ പനോരമിക് കാഴ്ചകൾ, വലിയ സംവിധാനങ്ങൾ, അന്തരീക്ഷത്തിൻ്റെ ചിത്രങ്ങൾ എന്നിവയെല്ലാം എടുക്കാൻ ഉപയോഗിച്ചു. ഇന്നത്തെ നിലവാരമനുസരിച്ച് റെസല്യൂഷൻ മിതമായിരുന്നു, 800x800 പിക്സലുകൾ. എന്നാൽ 1977കളിൽ അതായിരുന്നു ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ. ക്യാമറകൾക്ക് അൾട്രാ വയലറ്റ് മുതൽ സമീപ ഇൻഫ്രാറെഡ് വരെയുള്ള വിവിധ ഫിൽറ്ററുകളുടെ ചിത്രങ്ങൾ പകർത്തുവാൻ കഴിയുമായിരുന്നു. ഒരു ഫിൽട്ടർ മീഥെയ്ൻ ബാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്നിലേക്ക് ട്യൂൺ ചെയ്തു. ചിത്രത്തിലെ ഒരു വരയല്ല, മറിച്ച് മീഥെയ്ൻ പ്രകാശത്തിൻ്റെ ശക്തമായ ആഗിരണം ചെയ്യുന്ന തരംഗ ദൈർഘ്യങ്ങളുടെ ഒരു ഇടുങ്ങിയ ശ്രേണിയാണ്. സാധാരണ വെളിച്ചം നമ്മിൽ നിന്നും മറച്ചു കളയുന്നത് എന്താണ് എന്ന് അത് ശാസ്ത്രജ്ഞന്മാർക്ക് കാണിച്ചു കൊടുത്തു. മേഘപാളികൾ, അന്തരീക്ഷ ഘടനകൾ, രാസഘടനയിലെ വ്യതിയാനങ്ങൾ പോലും. ഏകദേശം എല്ലാ ഉപകരണങ്ങളും ഒരു പ്രത്യേക കറങ്ങുന്ന പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിച്ചിരുന്നു. ഇത് പ്രധാന എഞ്ചിനീയറിംഗ് കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ്. ഇത് വോയേജറിന് ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യുവാൻ സഹായിച്ചു. പറന്നുപോകുമ്പോൾ ഒരു ഗ്രഹത്തെ നിരീക്ഷിക്കുക, കൂടാതെ അതിൻ്റെ ആന്റിന എല്ലായ്പ്പോഴും ഭൂമിയിലേക്ക് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഏറ്റവും വലിയ വെല്ലുവിളി ഇതിൻ്റെ പവർ ആയിരുന്നു. സൗരയൂഥത്തിൻ്റെ വിദൂര ഭാഗങ്ങളിൽ സോളാർ പാനലുകൾ ഒരു ഓപ്ഷൻ ആയിരുന്നില്ല. നമ്മുടെ നക്ഷത്രത്തിൻ്റെ വെളിച്ചം അവിടെ വളരെയേറെ മങ്ങിയതാണ്. അതുകൊണ്ട് വോയേജറുകൾക്കായി കൂടുതൽ വിശ്വസനീയമായ ഒരു പരിഹാരം ആവിഷ്കരിക്കപ്പെട്ടു. ഓരോ ബഹിരാകാശ പേടകത്തിലും 3 റേഡിയോ ഐസോട്ടോപിക് തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകൾ എന്ന RTG ജനറേറ്ററുകൾ സജ്ജീകരിച്ചു. വികിരണത്തെ വൈദ്യുതിയാക്കി മാറ്റുവാൻ കഴിയുന്ന ഉപകരണങ്ങളാണിവ. പരോക്ഷമായിട്ടാണെങ്കിലും ഓരോ യൂണിറ്റിനുള്ളിലും മൊത്തം 10 പൗണ്ട് ഭാരമുള്ള 24 ഗോളാകൃതിയുള്ള പ്ലൂട്ടോണിയം 238 ഡയോക്സൈഡ് ഉണ്ടായിരുന്നു. പ്ലൂട്ടോണിയം ക്ഷയിക്കുമ്പോൾ അത് താപം പുറത്തുവിടുന്നു. അത് പിന്നീട് വൈദ്യുതിയായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഈ കഴിഞ്ഞ 48 വർഷങ്ങൾക്കിടയിൽ ഓരോ വോയേജർ ബഹിരാകാശ പേടകവും ഏകദേശം 150 മെഗാവാട്ട് പെർ അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. 1978 സെപ്റ്റംബർ മാസം 8-ാം തീയതി വോയേജർ 1 ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിൽ നിന്നും പുറത്തു കടന്നു. ഒക്ടോബർ 21 വോയേജർ 2 പിന്തുടർന്നെത്തി. ഈ ഘട്ടം അപകടകരമാണെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എല്ലാറ്റിലുമുപരി അത് ചിഹ്നഗ്രഹ വലയമാണ്. എന്നാൽ മറ്റ് 2 ഇരട്ട പേടകങ്ങൾ നേരത്തെ ആ പാത വെട്ടിത്തുറന്നതിനാൽ ടീമിലെ കുറച്ചു പേർക്ക് മാത്രമേ വിജയത്തെക്കുറിച്ച് സംശയമുണ്ടായിരുന്നുള്ളൂ. അതെ, വോയേജർമാർക്ക് മുൻഗാമികളുണ്ടായിരുന്നു. 1972 മാർച്ച് മാസം 2-ാം തീയതി വോയേജർ ദൗത്യത്തിന് 5 വർഷങ്ങൾക്ക് മുമ്പ് കേപ്പ് കാനാവറിൽ നിന്നും ഒരു അറ്റ്ലസ് സെൻറ്റോർ റോക്കറ്റ് വിക്ഷേപിക്കപ്പെട്ടു. അത് പൈനിയർ 10 ബഹിരാകാശ പേടകത്തെ ബഹിരാകാശത്തേക്ക് വഹിച്ചുകൊണ്ടുപോയി. 1 വർഷത്തിന് ശേഷം അതിൻ്റെ ഇരട്ട സഹോദരൻ പൈനിയർ 11 അതിനെ പിന്തുടർന്നുപോയി.
ഇവ വ്യാഴത്തിലും ശനിയിലും എത്തിയ ആദ്യത്തെ പര്യവേഷണ ദൗത്യമായി മാറി. ഇതൊരു തരം നിരീക്ഷണ ദൗത്യം പോലെ ആയിരുന്നു. വളരെ സുരക്ഷിതമായി ഈ ചിഹ്നഗ്രഹ വലയത്തിലൂടെ കടന്നുപോകുവാൻ കഴിയുമോ എന്ന് കണ്ടെത്തുകയായിരുന്നു പൈനിയർമാരുടെ ഒരു ലക്ഷ്യം. വോയേജറുകൾ ഒരു മുഴുനീള പര്യവേഷണത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. അത് അതിനേക്കാൾ വളരെ സങ്കീർണവുമായിരുന്നു. എന്നാൽ ചില അർത്ഥത്തിൽ പൈനിയർമാർ ഇതിനുവേണ്ടി വഴിയൊരുക്കി തന്നു. ഇപ്പോൾ ഒരു പാറയിൽ പോലും തട്ടാതെ ചിഹ്നഗ്രഹ വലയത്തിലൂടെ നേരെ പറക്കുവാൻ കഴിയും എന്ന് നമുക്കറിയാം. എന്നാൽ അന്നത് ആർക്കും അറിവില്ലായിരുന്നു. വ്യാഴം ചിഹ്നഗ്രഹ ഭീഷണികളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നതിൽ വഹിക്കുന്ന പങ്ക് ആർക്കും പൂർണ്ണമായി അന്ന് മനസ്സിലായിരുന്നില്ല. അടുത്തിടെ ബഹിരാകാശം ആ ഭീഷണികൾ യഥാർത്ഥമാണെന്നും പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും നമ്മെ ഓർമ്മിപ്പിച്ചു. ലോകാവസാനം അത് ഏത് നിമിഷവും ഒരു മുന്നറിയിപ്പുമില്ലാതെ വരാം. 1994 നമ്മുടെ ആകാശത്ത് വെച്ച് ഭയപ്പെടുത്തുന്ന ഒരു പ്രപഞ്ച സംഭവം ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു നിന്ന് കണ്ടു. ഷുമേക്കർ ലേവി 9 വാൽനക്ഷത്രം വ്യാഴവുമായി കൂട്ടിയിടിക്കാൻ പോകുന്നു. 1.1 മൈൽ വ്യാസമുള്ള ഒരു വലിയ പാറ വാതക ഭീമനുമായി കൂട്ടിയിടിക്കുന്നതിൽ സംശയമില്ല. എന്നാൽ കൃത്യമായി എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. അതുപോലെ ഇന്ന് ഇത്രയും അടുത്ത് അതാരും നിരീക്ഷിച്ചിട്ടുമില്ല. അതിനുശേഷം സംഭവിച്ചത് ആരും സങ്കല്പിക്കുന്നതിനേക്കാൾ അതിമനോഹരമായിരുന്നു. വാതക ഭീമനോടടുക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണം വാൽനക്ഷത്രത്തെ 21 കഷ്ണങ്ങളായി കീറിമുറിച്ചു. ഓരോന്നിനും 100 മുതൽ 3300 അടി വരെ വ്യാസമുണ്ടായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി അവ ഒരു പീരങ്കി ആക്രമണം പോലെ ഗ്രഹത്തിൽ ഇടിച്ചിറങ്ങി. ഓരോ ആഘാതവും വാതക ഭീമന്റെ അന്തരീക്ഷത്തിൽ വലിയ പാടുകൾ അവശേഷിപ്പിച്ചു. ചിലത് ഭൂമിയേക്കാൾ വലിപ്പമുണ്ടായിരുന്നു. നമുക്ക് നേരെ വരാമായിരുന്ന ആഘാതങ്ങൾ പലപ്പോഴും വ്യാഴം ഏറ്റുവാങ്ങുന്നത് ഇങ്ങനെയാണ്. നമ്മെ തുടച്ചു നീക്കാൻ കഴിയുന്ന ആ ആഘാതങ്ങൾ അത്തരം ബഹിരാകാശ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവിലെ വിടവുകൾ നികത്താൻ സഹായിക്കുക എന്നതും വോയേജർ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു. 1979 തുടക്കം. 1.5 വർഷത്തെ കാത്തിരിപ്പ്, വലിയ പ്രയത്നം. ഈ കഷ്ടപ്പാടെല്ലാം അന്നതിൻ്റെ പാരമ്യത്തെത്തി. വോയേജർ 1 ഒടുവിൽ വ്യാഴത്തോട് അടുത്തപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ആവേശവും പിരിമുറുക്കവും ആകാംക്ഷയും വർദ്ധിച്ചു. 1979 ജനുവരി 6 അടുത്ത നിരീക്ഷണ ഘട്ടം ആരംഭിച്ചു. പേടകം വ്യാഴത്തിൻ്റെ ആദ്യത്തെ വിശദമായ ചിത്രങ്ങൾ എടുത്തു. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹത്തെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്ന് അപ്പോൾ മനസ്സിലായി. വ്യാഴത്തിനും വലയങ്ങളുണ്ട്. ശനിയുടെ അത്ര തിളക്കമുള്ളതല്ലെങ്കിലും ചുറ്റിലും വളയങ്ങൾ. ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്തിന് ഒരു സമ്പൂർണ്ണ അത്ഭുതമായിരുന്നു. പക്ഷേ ഏറ്റവും അടുത്ത പറക്കലിൽ ഇനിയും 2 മാസം ബാക്കിയുണ്ടായിരുന്നു. 1979 മാർച്ച് 5 എല്ലാം മാറ്റിയ ഒറ്റ ദിവസം 3 പറക്കലുകൾ നടത്തി. ഉച്ചയ്ക്ക് 2:05 വ്യാഴത്തോട് ഏറ്റവും അടുത്ത സാമീപ്യം. മേഘങ്ങളുടെ മുകളിൽ നിന്നും 2,17,000 മൈൽ അകലത്തിലൂടെ. ഈ ദിവസങ്ങളിലാണ് വ്യാഴത്തിൻ്റെ വലയങ്ങളുടെ അന്തരീക്ഷത്തിലെ അത്യപൂർവമായ വിശദാംശങ്ങൾ പഠിക്കുവാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞത്. ചുഴലിക്കാറ്റുകളും കൊടുങ്കാറ്റുകളും വലിയ അതിർത്തികളിലൂടെയുള്ള തരംഗ പാറ്റേണുകളും നിറഞ്ഞതായിരുന്നു അത്. പ്രശസ്തമായ ഗ്രേറ്റ് റെഡ് സ്പോട്ടിൻ്റെ വലിപ്പവും ആകൃതിയും ശാസ്ത്രലോകത്തിന് മനസ്സിലാക്കുവാൻ അന്നാണ് കഴിഞ്ഞത്. ഇതൊരു ഭീകരമായ സ്ഥിരമായ ചുഴലിക്കാറ്റാണെന്നും അതിനുള്ളിൽ ആകർഷകമായ വിശദാംശങ്ങളുണ്ടെന്നും ആദ്യമായി വ്യക്തമായി. ഉച്ചയ്ക്ക് 3:15 വോയേജർ 1 IO എന്ന ഉപഗ്രഹത്തോടടുത്തു. ഏറ്റവും അടുത്തെത്തിയെങ്കിലും മാർച്ച് 5 വ്യാഴത്തിൻ്റെ സമീപത്തൂടെ പറക്കുമ്പോൾ പേടകം ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ ഭൂമിയിലേക്ക് കൈമാറാൻ തുടങ്ങി. ആദ്യം IOയുടെ അന്തരീക്ഷത്തിൽ വിചിത്രമായൊരു മേഘം ശ്രദ്ധയിൽപ്പെട്ടു. തുടക്കത്തിൽ ഒരു ക്യാമറ തകരാറായിട്ടാണ് കണ്ടത്. പക്ഷേ പിന്നീട് എല്ലാവർക്കും മനസ്സിലായി ഒരു അഗ്നിപർവ്വതം തത്സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന്. പിന്നീട് IOയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഇതിന് പെലെ എന്ന് പേരിട്ടു. ഭൂമിക്ക് പുറത്ത് ഒരു സജീവ അഗ്നിപർവ്വതം നിരീക്ഷിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ പ്രോസസ്സ് ചെയ്ത ചിത്രങ്ങളിൽ 8 സജീവ അഗ്നിപർവ്വതങ്ങൾ കൂടെ കണ്ടെത്തി. വൈകുന്നേരം 6:19 പേടകം യൂറോപ്പ എന്ന ഉപഗ്രഹത്തിൽ നിന്നും 4,55,937 മൈൽ അടുത്തുകൂടെ പറന്നുപോയി. വളരെ അടുത്തല്ലെങ്കിലും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾക്ക് മതിയായ അടുത്ത്. ഉപരിതലം ഏകദേശം പൂർണ്ണമായും ഹിമമായിരുന്നു. മറ്റ് ഉപഗ്രഹങ്ങളിൽ കാണുന്ന സാധാരണ ഗർത്തങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉപരിതലം മുഴുവനും ഭീമാകാരമായ വിള്ളലുകളാലും വരമ്പുകളാലും നിറഞ്ഞിരിക്കുകയാണ്. ഐസ് പുറത്തേക്ക് പൊട്ടി ഒരൽപ്പം മാറിക്കിടക്കുന്നത് പോലെ. ഇതുപോലുള്ള പാറ്റേണുകൾ മുൻപ് കണ്ടിട്ടേയില്ല. ഉപരിതലത്തിൽ താഴെയുള്ള സമുദ്രത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അതിനുശേഷം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു. ഇതൊരു അത്ഭുതമായിരുന്നു. കാരണം ഒരു സമുദ്രമുള്ളിടത്ത് ജീവനും ഉണ്ടാകാം, അല്ലെങ്കിൽ കുറഞ്ഞത് ജീവിക്കുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമെങ്കിലും ഉണ്ടാകാം. തൊട്ടടുത്ത ദിവസം 1979 മാർച്ച് മാസം 6 2 പ്രധാനപ്പെട്ട പറക്കലുകൾ നടന്നു.
പുലർച്ചെ 2:15 വോയേജർ 1 ഗ്യാനിമേഡിന് 71,000 മൈൽ അകലത്തിലൂടെ കടന്നുപോയി. ഈ ഉപഗ്രഹം ബുധനേക്കാളും വലുതാണെന്ന് അന്നാണ് കണ്ടെത്തിയത്. പക്ഷേ സാന്ദ്രത കുറവാണെന്നും അത് ഏകദേശം 50% ഐസ് കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത് എന്നും മനസ്സിലായി. ചില പുരാതന ഭൗമശാസ്ത്രപരമായ പ്രവർത്തനങ്ങളുടെ അടയാളങ്ങളും ഉണ്ടായിരുന്നു. വൈകുന്നേരം 5:08 വോയേജർ 1 കലിസ്റ്റോയിൽ നിന്നും 78,000 മീറ്റർ മാത്രം അകലത്തിലൂടെ പറന്നു. വ്യാഴത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള പ്രധാനപ്പെട്ട ഉപഗ്രഹം. ആദ്യമായി ഉയർന്ന റെസല്യൂഷനിൽ ഭീമാകാരമായ ഗർത്തങ്ങളും പുരാതനമായ കനത്ത പാടുകൾ ഉള്ളതുമായ സമതലങ്ങളും കാണുവാൻ സാധിച്ചു. ഉപരിതലം ഐസ് കൊണ്ട് സമ്പന്നമാണ്. തണുത്തുറഞ്ഞ വെള്ളത്തിൻ്റെയും പാറകളുടെയും മിശ്രിതത്തിൻ്റെ ലക്ഷണങ്ങളോടുകൂടി. കാലിസ്റ്റോ സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഗർത്തങ്ങളുള്ള വസ്തുക്കളിൽ ഒന്നാണെന്ന് കണ്ടെത്തി. ഭൗമശാസ്ത്രപരമായ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഈ ഉപഗ്രഹത്തിൽ നടക്കുന്നില്ല. ഉപരിതലം ഏതാണ്ട് ഇതുപോലെ തന്നെ നിലനിൽക്കുന്നു. ഓരോ ഗർത്തവും കോടിക്കണക്കിന് വർഷങ്ങളായി അങ്ങനെ തന്നെ. അക്രമാസക്തമായ പുരാതന ആഘാതങ്ങളുടെ അടയാളങ്ങൾ സംരക്ഷിക്കുന്ന ഒരുതരം പ്രപഞ്ച മ്യൂസിയം. 1979 മാർച്ച് മാസം 13 വോയേജർ 1 അതിൻ്റെ പ്രധാന നിരീക്ഷണഘട്ടം പൂർത്തിയാക്കി ശനിയിലേക്കുള്ള പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അതേസമയം വോയേജർ 2 ഏതാണ്ട് അതേ പാത പിന്തുടരുകയായിരുന്നു. 1979 ഏപ്രിൽ മാസം 24 അത് വ്യാഴത്തിൻ്റെ സമീപത്തെത്തുകയും അതിൻ്റെ നിരീക്ഷണഘട്ടം ആരംഭിക്കുകയും ചെയ്തു. 1979 ഓഗസ്റ്റ് മാസം 5 വോയേജർ 2 അതിൻ്റെ വ്യാഴം ദൗത്യം പരിപൂർണമായും അവസാനിപ്പിച്ചു. അതിനുശേഷം വോയേജർ 1 പോലെ തന്നെ വോയേജർ 2 ശനിയിലേക്കുള്ള പാതയിലേക്ക് പോയി. ഇരട്ടകളായി പിറന്ന് നീണ്ട വർഷക്കാലത്തോളം ഒരേ പാതയിൽ ഒരുപോലെ സഞ്ചരിച്ച ഈ രണ്ടുപേരും പരസ്പരം വേർപിരിയാൻ പോവുകയാണ്. ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ സാധിക്കാത്ത വിധത്തിൽ.